നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് സീറ്റുകൾ നൽകാനുള്ള കോൺഗ്രസിൻ്റെ നീക്കം തിരിച്ചടിയാകുമോ എന്നുള്ള ഭയമാണ് പാർട്ടിക്കുള്ളിലുള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ ലഭിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത്. സന്ദീപ് വാര്യരെ പോലെ BJP-യിൽ നിന്ന് വന്ന ഒരാൾക്ക് തൃശ്ശൂർ പോലുള്ള UDF-ൻ്റെ ഉറച്ച സീറ്റ് നൽകാനും അതുപോലെ തന്നെ തിരുവനന്തപുരത്തും കോഴിക്കോടുമെല്ലാം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് സീറ്റുകൾ നൽകി അവരെ നിയമസഭയിലെത്തിക്കാനുള്ള ചില നീക്കങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും സജീവമായി നടക്കുകയാണ്. എന്നാൽ അതിനെതിരെ ഒരു നിശബ്ദ വിപ്ലവവും അരങ്ങേറുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാരെ ആ സീറ്റുകൾ നിർത്തിയാൽ മൂത്ത കോൺഗ്രസ്സുകാർ കാലുവാരി തോൽപ്പിക്കുമോ എന്നുള്ള ഭയം ഇപ്പോൾ സംജാതമായി കഴിഞ്ഞു. കാരണം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പോടുകൂടി അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വലിയ പ്രാതിനിധ്യം നൽകുകയാണെങ്കിൽ കോൺഗ്രസിലെ ഒരു തലമുറ ഏതാണ്ട് പൂർണ്ണമായും അസ്തമിക്കും. അവർക്കാർക്കും നിയമസഭയുടെ പരിസരത്ത് കൂടെ പോലും നടക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ആ തലമുറയെ മുഴുവൻ നിഷ്കാസനം ചെയ്ത് പുതിയ യൂത്ത് കോൺഗ്രസ്സുകാരെ MLA-മാരാക്കുന്നതിനെതിരെ 50-60 വയസ്സായ പഴയ യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോഴത്തെ മൂത്ത കോൺഗ്രസ്സുകാർ വലിയ തോതിലൊരു വിപ്ലവം കലാപം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ തന്നെ ചില ചാനലുകൾ മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കോഴിക്കോടുമെല്ലാം ഇത്തരം യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ പ്രഖ്യാപിച്ചപ്പോൾ വലിയ പ്രതിഷേധമാണ് പാർട്ടിക്കിടയിൽ നിന്നും ഉണ്ടാകുന്നത്. പാർട്ടിയിലെ പല നേതാക്കളും ഇതുവരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തവർ പോലെയുണ്ട്. അവർക്ക് സീറ്റുകൾ നൽകാതെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് 30-31 വയസ്സായ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സീറ്റുകൾ നൽകിയാൽ തങ്ങളൊക്കെ ഇനി ഏത് ജന്മത്തിലാണ് MLA-മാരാകുന്നതെന്നാണ് മൂത്ത ചില കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. KC വേണുഗോപാലിൻ്റെ ഒപ്പം KSU പ്രവർത്തനം തുടങ്ങിയ പലരും ഇതുവരെ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ട് തങ്ങളെയൊക്കെ ഒഴിവാക്കി യൂത്തന്മാരെ മാത്രം തിരഞ്ഞെടുക്കാനാണ് പരിപാടിയെങ്കിൽ കളി മാറുമെന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. അങ്ങനെ വരുമ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം ശക്തിയായ പാലം വലിക്കലുണ്ടാവും. യൂത്ത് കോൺഗ്രസ്സുകാരെ മാത്രം നിർത്തി ജയിപ്പിച്ച് അടുത്ത തവണ UDF ഭരണം ഉണ്ടാകുന്നത് ഒന്ന് കാണട്ടെ എന്ന നിലപാടിലാണത്രേ ഈ മൂത്ത കോൺഗ്രസ്സുകാർ. പല യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഇവർ രംഗത്ത് വന്നിട്ടുമുണ്ട്. ഏതായാലും 35ഓളം സീറ്റുകളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ നിർത്താനാണ് പരിപാടി. അത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി പോലുള്ള സീറ്റുകളിൽ ഒരു KSU നേതാവിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടുവെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു നിർദ്ദേശം വന്ന ഉടനെ തന്നെ കോട്ടയം ജില്ലയിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു എന്നാണ് ചില നേതാക്കൾ നമ്മൾക്ക് നൽകുന്ന വിവരം. ഏതായാലും ഈ യൂത്ത് കോൺഗ്രസ്സുകാർ നിന്നാൽ ആ സീറ്റുകൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അത് ഏറെക്കുറെ ശരിയുമാണ് താൻ. എന്നാൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ നിർത്തിയാൽ കഴിഞ്ഞ 40-35 വർഷമായി ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന തങ്ങൾ എവിടെ പോയി മത്സരിക്കുമെന്നാണ് പഴയ മൂത്ത് കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ 50-60 വയസ്സായ പഴയ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് മത്സരിക്കാൻ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ അവർക്ക് ഈ ജന്മത്ത് നിയമസഭയിലെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തങ്ങൾക്ക് സീറ്റുകൾ നൽകി ബാക്കിയുള്ള സീറ്റുകൾ മാത്രം യൂത്തന്മാർക്ക് നൽകിയാൽ മതിയെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വ്യാപകമായി നിയമസഭാ സീറ്റുകൾ നൽകാനുള്ള ശ്രമം കോൺഗ്രസിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കിയെന്നുള്ള കാര്യം വസ്തുതയാണ്. അതിൻ്റെ ബാക്കി വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേയുള്ളൂ.